شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, 30 രാവുകളിലെ 7ാമത്തെ രാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളെ ക്രോഡീകരിച്ച മഹാമുഹദ്ദിസുകളെ സംബന്ധിച്ചും അവരുടെ കൃതികളെ സംബന്ധിച്ചും അത് റിവായത്ത് ചെയ്ത റാവിമാരിൽ പ്രസിദ്ധരായ ചില സ്വഹാബികളെ സംബന്ധിച്ചുമുള്ള ചരിത്ര വായനയാണ് നമ്മൾ തുടർന്നു പോകുന്നത്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയെ സംബന്ധിച്ചുള്ള സംസാരം. നമ്മൾ 6ഓളം ഗ്രന്ഥങ്ങൾ ഇതിനോടകം പരിചയപ്പെട്ടു. സിഹാഹു സിത്ത അല്ലെങ്കിൽ കുത്തുബു സിത്ത എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ. അതിൽ ഇബ്നു മാജയുടെ സുനനിനെ സംബന്ധിച്ച് വിശദീകരിച്ച് നമ്മൾ സിഹാഹു സത്ത് എന്ന ശ്രേണിക്ക് അവിടെ ഒരു വിരാമം കുറിച്ചപ്പോൾ ഇന്ന് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിഹാഹു സിത്ത അല്ലെങ്കിൽ കുത്തുബു തിസ്അ എന്ന പേരിൽ ചില പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ഹദീസ് ഗ്രന്ഥങ്ങൾ. അതിലാദ്യം നേരത്തെ പറഞ്ഞ സിഹാഹു സിത്ത, പിന്നെ 3 ഇമാം മാലിക്കിൻ്റെ മുവത്തയും ഇമാം ദാരിമിയുടെ സുനനും ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദുമൊക്കെയാണ്. അതിൽ കുത്തുബു തിസ്അ 9 പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൽ 7ാമത്തെ പേര് ഇമാം മാലിക്കിൻ്റെ മുവത്തക്കാൻ. എന്നാൽ ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒരു ഗ്രന്ഥമാക്കി മാറ്റുന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിലാദ്യത്തെ പേര് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. അബൂ ജാഫർ മൻസൂറിൻ്റെ കാലഘട്ടത്തിൽ ഇമാം മാലിക് മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പിന്നീട് 40 വർഷത്തെ ആ ഗ്രന്ഥത്തെ വിശകലനം ചെയ്ത പഠന ക്ലാസ്സുകൾ, 40 വർഷം നീണ്ടു നിന്ന പഠനം. ഇമാം മാലിക് തന്നെ ആ ഹദീസ് ഗ്രന്ഥത്തെ വിശദീകരിച്ചു എന്നർത്ഥം മദീനയിൽ. അതിൽ അദ്ദേഹം ആ ഗ്രന്ഥത്തെ കൂടുതൽ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇൻഷാ അല്ലാഹ് മുവത്തയെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം, വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഇത് നമ്മൾ ആദ്യം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് മറ്റുള്ള മുഹദ്ദിസുകളുടെ പേരുകൾ പറയും പോലെ തന്നെ ഇമാം ദഹബിയും ഇമാം ഇബ്നു ഹജർ അസ്കലാനിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ അൽ ഇമാം എന്ന് പേര് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ അൽ ഹാഫിൽ എന്നുകൂടി ചേർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിനെ വിശദീകരിക്കുന്നത്. അബു അബ്ദില്ല അദ്ദേഹത്തിൻ്റെ കുനിയത്താൻ, ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഈ അബു അബ്ദില്ല ഇമാം അൽ ഹാഫിൽ അബു അബ്ദില്ല മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് ഇബ്നു അബി ആമിർ ഇബ്നു അംർ റഹിമഹുല്ല. ഈ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹദീസ് പാണ്ഡിത്യം നിറയുന്ന ഒരു കുടുംബത്തെ നമുക്ക് വായിച്ചെടുക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ഇമാം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അതുപോലെ തന്നെ ത്വൽഹ, ആയിഷ റളിയല്ലാഹു അൻഹും, ഇവരിൽ നിന്നെല്ലാം ഇമാം മാലിക്കിൻ്റെ പിതാമഹനായ ഇമാം മാലിക്കിൻ്റെ പിതാവ് അനസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അനസ് എന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഉപ്പയാണെങ്കിൽ ഇനി ഉപ്പയുടെ ഉപ്പയായി നമ്മൾ ആ പേര് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാലിക് ബിൻ അനസ് ബിൻ മാലിക് ബിൻ അബി ആമിർ. അതായത് അനസ് എന്ന് പറയുന്ന പിതാവിൻ്റെ ഉപ്പാൻ്റെ പേര് മാലിക് എന്നാണ്. അപ്പോൾ തൻ്റെ ഉപ്പാൻ്റെ പേരാണ് അനസ് മകൻക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ മാലിക്, അദ്ദേഹത്തിൻ്റെ പിതാമഹനായ വല്ലിപ്പയായ മാലിക്, അദ്ദേഹത്തിൻ്റെ പിതാവ് അബു ആമിർ മഹാ താബിഈ ശൃംഖലയിൽപ്പെട്ട ഒരാളാണ്, താബിഈങ്ങളിൽ ഒരാളാണ്. അതും കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണെന്നാണ് ചില മുഹദ്ദിസുകളുടെ ഭാഷ്യം. താബിഈ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരെയൊക്കെ നേരിൽ കാണുകയും ഇവരിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്യുകയും ചെയ്ത മഹാമുഹദ്ദിസാണ്, ഒരു ഹദീസ് റിപ്പോർട്ടകനാണ് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ, ഇമാം മാലിക്കിൻ്റെ വല്ലിപ്പ. ഇമാം മാലിക് നമുക്കറിയാം 4 മദ്ഹബുകളിൽ 4 മദ്ഹബുകളിൽ നമ്മൾ പേര് ചേർത്ത് വായിക്കുമ്പോൾ അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ മാലിക്കി ഈ മദ്ഹബിനെ സംബന്ധിച്ച് നമ്മൾ വല്ലാതെ ഇവിടെ ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇമാം മാലിക് ജനിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി നിലകൊണ്ടിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു, ഇൻഷാ അല്ലാഹ് അനസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മളൊരു അനസ് റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് എടുത്ത് പറയാം. അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ഹിജ്റ 93 ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുകയാണെന്നാണ്.
അപ്പോൾ ആ പേരിൽ തന്നെ അനസ് ഇബ്നു മാലിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതിലെന്ത് നമുക്ക് ഓർക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അനസ് ഇബ്നു മാലിക് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം മരണപ്പെട്ടതിന് ശേഷം ആ മരണപ്പെട്ട വർഷം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹദീസുകളോട് നന്നായി സ്നേഹവും ഹദീസ് പഠനത്തിൽ താല്പര്യവുമുള്ള ഒരു കുടുംബ പാരമ്പര്യം ഇമാം മാലിക്കിന് പറയാനുണ്ട്, അല്ലെങ്കിൽ ഇമാം മാലിക്കിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. നബിയുടെ ഹദീസുകൾ സഹാബിമാരുകളിൽ നിന്നും താബികളിൽ നിന്നുള്ള അസറുകളുമായിട്ട് ഒരുപാട് കാലം ജീവിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരൊക്കെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, തൻ്റെ പിതാവിൻ്റെ സഹോദരൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത് കാണാൻ കഴിയും. റബീഅ, നാഫിഅ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ അബു ആമിർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയിൽ നിന്ന് ഹദീസ് റിവായത്ത് കാണാം. എന്നാൽ ഇമാം മാലിക്കിൻ്റെ ഉപ്പ അനസ് ഉണ്ടല്ലോ, ഇമാം മാലിക്കിൻ്റെ ഉപ്പ അനസ്, അദ്ദേഹം ഹദീസ് പഠനത്തിൽ അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ അനസിൻ്റെ സഹോദരന്മാരായ നേരത്തെ പറഞ്ഞ റബീഅ, അതുപോലെ തന്നെ നാഫിഅ ഇബ്നു ആമിറൊക്കെ തങ്ങളുടെ പിതാമഹന്മാരിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നു എന്നാണ്. ഏതായാലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അറിവിൻ്റെ ഒരു പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. അറിവുകളോട് ഇഷ്ടവും സ്നേഹവുമുള്ള ആൾ. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ആ രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ മക്കളെ ഒരു നല്ല ഒരു ശ്രേണിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ചരിത്ര വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന നമുക്ക് പാഠമേകുന്ന ഒരു വലിയ കാര്യം. ഏതായാലും ഇമാം മാലിക്കിൻ്റെ മക്കളെ സംബന്ധിച്ച് ഇനി പറഞ്ഞുതരാം. ഇമാം മാലിക്കിന് 3 മക്കളാണ്, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. യഹ്യ, മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ ആൺകുട്ടികൾ. അദ്ദേഹത്തിൻ്റെ പെൺകുട്ടിക്ക് അദ്ദേഹം പേരെടുത്തത് ഫാത്തിമത്തു സഹറ എന്ന പേര് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ പേര് തന്നെയാണ്. മുവത്ത എന്ന ഗ്രന്ഥത്തിൽ മകനായ തൻ്റെ യഹ്യ പിതാവായ മാലിക്കിൽ നിന്ന് ഹദീസ് റിവായത്ത് നിന്ന് കാണാം. അതൊക്കെ മുവത്തയിൽ നിന്ന് അങ്ങനെ ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരു രസകരമായ ലതായിഫുൽ ഇസ്നാദായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഇമാം മാലിക് കറകളഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം പേറുന്ന മഹാപണ്ഡിതനാണ്. ഇപ്പോൾ പണ്ഡിതന്മാരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇമാം ഷാഫിയുടെ ഈമാൻ, ഇമാം ഷാഫിയുടെ അഖീദ, ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഖീദ, ഇമാം മാലിക്കിൻ്റെ അഖീദ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ, ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. അഥവാ കറകളഞ്ഞ തൗഹീദിൻ്റെ ആശയക്കാരും അതിനെ ജനങ്ങളിലേക്ക് കറകളഞ്ഞ രൂപത്തിൽ ഒരു കളങ്കവുമില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി അതിനെ പ്രചരിപ്പിച്ചവരും കൂടിയാണ് ഈ മഹാപണ്ഡിതന്മാർ. എന്നാൽ പലപ്പോഴും ഇവരെ പിൻപറ്റിപ്പോരുന്ന പല ആളുകളും ആ ഒരു വിശ്വാസത്തിൻ്റെ തനിമയെയോ അതിൻ്റെ മഹിമയെയോ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഷാഫി മദ്ഹബിൽപ്പെട്ട പലരും ഇമാം ഷാഫിയെ പുകഴ്ത്തി പറയുമ്പോഴും ഇമാം ഷാഫിയുടെ അഖീദയെ സ്വീകരിക്കുന്നതിൽ പലപ്പോഴും പരാജിതരാൻ. ഹംബലി മദ്ഹബിൻ്റെ പല ആളുകളും അതുപോലെ തന്നെ ഇമാം അബു ഹനീഫയുടെ മദ്ഹബിനെ സ്വീകരിച്ചു പോരുന്ന ഹനഫികളിൽ പലരും ഇമാം അബു ഹനീഫയുടെ വിശ്വാസത്തെ കറകളഞ്ഞ വിശ്വാസത്തെ നെഞ്ചേറ്റുന്നതിൽ പരാജിതരാണ് എന്നുള്ളത് ചില സംഭവങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതായാലും ഈ 4 ഇമാമിങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം പേർന്നവരാ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവർക്ക് നല്ല ശരിക്ക് അഹ്ലു സുന്നയുടെ വിശ്വാസം വെച്ച് പുലർത്തിയവരാൻ. ഇമാം മാലിക്കിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഇസ്മുകളെയും അള്ളാഹുവിൻ്റെ സിഫത്തുകളെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അമിറുഹ കമാ വറദത്, എങ്ങനെയാണോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുള്ളത് അതിനെ അതേപോലെ മനസ്സിലാക്കി അതേപോലെ പ്രാവർത്തികമാക്കുക. അവിടെ ചോദ്യങ്ങളും അവിടെ തനിക്ക് തൻ്റേതായ യുക്തിപരമായ സംശയങ്ങളും ഒന്നും കടന്നു വരികയാണ്. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതിനെ അതേപോലെ വിശ്വസിക്കുക. അമിർ റൂഹ കമാ വറദത്, അള്ളാഹുവിന് കൈയുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലെങ്കിൽ അള്ളാഹു വാനലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവനാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ അതേ രൂപത്തിൽ മനസ്സിലാക്കുക. തൻ്റേതായ വ്യാഖ്യാനങ്ങളോ ഒക്കെ കൊടുത്ത് അതിനെന്ത് ചെയ്യേണ്ടതില്ല, യുക്തിക്ക് അനുസരിക്കുന്ന വിധം, യുക്തിക്ക് ബോധ്യമാകുന്ന വിധം അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹ് പറഞ്ഞതിന് അതേപോലെ സ്വീകരിക്കലാണ് യഥാർത്ഥ തൗഹീദ് എന്ന് അദ്ദേഹം ബോധിപ്പിക്കുകയാണ്. ഇമാം മാലിക്കിൻ്റെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് ഒരു ചോദ്യം ചോദിച്ച രംഗം ഇമാം സോബൂനിയും ഇമാം ഇബ്നു അബ്ദുൽ ബറും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം സോബൂനി അത് എഴുതി വെച്ച ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ പറയണം, കാരണം അതിനൊരു കാരണമുണ്ട്. അഖീദത്തു സലഫ് അസ്ഹാബിൽ ഹദീസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. ഇബ്നു അബ്ദുൽ ബറിൻ്റെ തംഹീദ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇബ്നു അബ്ദുൽ ബർ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും രേഖപ്പെടുത്തി വെച്ച തംഹീദ് ലോകപ്രശസ്തമായ കൃതിയാണ്.
അതിലും ഇമാം മാലിക്കിൻ്റെ ഈ സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരാൾ വന്ന് ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, അള്ളാഹു അർശിൽ എങ്ങനെ ഇരിക്കാൻ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഉപവാസത്തെ സംബന്ധിച്ച്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞ ആ സംഭവം, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അപ്പോൾ ഇസ്തിവാനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ചരിത്രത്തിൽ ഒരാളോടും ചോദിക്കാത്ത സംഭവം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളാവട്ടെ ഇസ്മുകളാകട്ടെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിനെ അതേ രൂപത്തിൽ അമിറൂഹ കമാ വറദത്ത് എന്നാണ് അഹ്ലുസുന്ന അതുവരെ നിലർത്തിപ്പോന്നിരുന്ന ആശയവും അതിനെ പ്രചരിപ്പിച്ചിരുന്ന രീതികളും. പക്ഷേ ഇടക്കാലത്ത് ഒരാൾ കടന്നു വന്ന് ചോദിക്കുകയാണ് ഇസ്തിവ എങ്ങനെയാണെന്ന്. മഹാനായ ഇമാം മാലിക്കിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം അന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടതായി മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ പറയുന്നത്. ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ. അദ്ദേഹം താഴേക്ക് കുറച്ച് നേരം നോക്കിയെന്നാണ്. പിന്നീട് കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ദേഷ്യം പിടിച്ച് അദ്ദേഹം മുകളിലേക്ക് നോക്കിയിട്ട് പറയാണ്, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന കാര്യം അറിയപ്പെട്ടൊരു കാര്യമാണ്. വ കൈഫിയതുഹു മജ്ഹൂലുൻ, പക്ഷേ അത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റേതായ രൂപത്തിൽ ഒരിക്കലും സൃഷ്ടികളോട് അള്ളാഹുവിനെ താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റേതായ ആ ഒരു വലിയ സംഭവത്തിൽ അള്ളാഹുവോട് ഉപവിഷ്ടനാണ്. നമുക്ക് ആലോചിച്ചാൽ കിട്ടൂല. യലീഖുലി ജലാലത്തിഹി, അള്ളാഹുവിന് അനുയോജ്യമായ രീതിയിൽ അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ്. ഞാൻ മാത്രമല്ല വൽ ഈമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അള്ളാഹു അർശിലാണെന്നുള്ളത്. വസുആലു അൻഹാ ബിദ്അ, അതെങ്ങനെയെന്ന് ചോദിച്ച് അല്ലേ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ അതിനിങ്ങനെ നിരൂപണം ചെയ്ത് ചോദിക്കുക എന്നുള്ള ചോദ്യം ചരിത്രത്തിൽ ആരും ഇതുവരെ കൊണ്ടുവന്നില്ല. അതൊരു ബിദ്അത്താണ്, പുത്തനാചാരമാണ്. എന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് പറയാണ്, ഇനി അഅ്തഖിദു അന്നക ബിദ്അഇ, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് താങ്കളൊരു പുത്തനാചാരക്കാരനാണ് എന്നാണ്. അദ്ദേഹത്തെ തള്ളിക്കൊള്ളുവാൻ, അദ്ദേഹത്തിൽ നിന്നൊന്നും സ്വീകരിക്കാതിരിക്കുവാൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് അദ്ദേഹം വസിയത്ത് പറയുന്നതും ആ ചരിത്ര കൃതിയിൽ ഇബ്ൻ അബ്ദുൽ ബർറിനെ പോലുള്ള ഇമാം സാബൂനിയെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കറകളഞ്ഞ തൗഹീദിനെ സംബന്ധിച്ചുള്ള ഇമാം മാലിക്കിൻ്റെ അവഗാഹത്തെ സംബന്ധിച്ചാണ്. ഇമാം മാലിക് ആകട്ടെ ഇമാം ഷാഫി ആകട്ടെ അല്ലേ, പലപ്പോഴും ലോകത്ത് അശ്അരികളും അതുപോലെ തന്നെ ജഹ്മിയാക്കളും ഒക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലും കറകളഞ്ഞ തൗഹീദിനു വേണ്ടി അവർ നിലകൊണ്ടത് അവരുടെ ചരിത്രത്തിൽ വായിക്കേണ്ട ചില വരികളാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും വല്ലാതെ കാട് കയറുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെ സംബന്ധിച്ചുള്ള സംസാരം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ ഒരുപാട് മഹാപണ്ഡിതന്മാരിൽ നിന്ന് ഇമാം മാലിക് അറിവുകൾ നേടി. ഓരോ രാജ്യത്തും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇമാം മാലിക്കിൻ്റെ ഗുരുനാഥന്മാരെ പറ്റി ഇങ്ങനെ വായിച്ചു പോരുമ്പോൾ നമുക്ക് തോന്നും എത്ര വലിയ മഹാപണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ. ഇമാം നാഫിഇനെ പോലെ, സഈദുൽ മഖ്ബുരിയെ പോലെ, അതുപോലെ തന്നെ ആമിർ ബിൻ അബ്ദുല്ലയെ പോലെ, റബീഅ ബിൻ അബി അബ്ദുറഹ്മാനെ പോലെ, ഇബ്നുൽ മുൻകദിറിനെയും ഇമാം സുഹരിയെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുടെ പണ്ഡിതന്മാരായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓരോ ഈജിപ്തിലും ഇറാഖിലും പിന്നെ സ്പെയിനിലുമൊക്കെ ഇദ്ദേഹത്തിന് വലിയ ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. മദീനയിൽ കുറേ, സ്പെയിനിലൊക്കെ അബ്ദുല്ലാഹിബിൻ മസ്ലമ അൽ കഹ്നബിയെ പോലുള്ള ആൾക്കാരാണ്. കാരണം ഇവരൊക്കെയാണ് പിന്നീട് പിൽക്കാലത്ത് ഇമാം മാലിക്കിൻ്റെ മുവത്തയെ വല്ലാതെ ചർച്ച ചെയ്യുകയും ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ. 40 കൊല്ലത്തോളം ഇമാം മാലിക് തന്നെ മുവത്ത എന്ന ഗ്രന്ഥത്തെ വിശകലനം ചെയ്ത് ക്ലാസ് എടുത്തിരുന്നു. അതിൽ ഉണ്ടായിരുന്ന മുമ്പ് അദ്ദേഹം എഴുതി വെച്ച അബൂ ജാഫർ മൻസൂറിൻ്റെ കാലത്താണല്ലോ ഇതിനെ ക്രോഡീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്നത് ചിലത് വെട്ടിയും പിന്നീട് പുതിയത് കൂടുതൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ട് ആ ഗ്രന്ഥത്തെ സംസ്കരിക്കുകയാണ് ഇമാം മാലിക് ചെയ്തത് എന്നാണ്. ഏതായാലും ഇമാം മാലിക്കിൻ്റെ ആ കൃതിയെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് പറയാം. ഇമാം മാലിക് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 85ാമത്തെ വയസ്സിലാണ്. ബഖീയിൽ അദ്ദേഹം മറമാടപ്പെടുമ്പോൾ 85 വയസ്സെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. ആ ജനാസക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കളിൽ ഒരാളായ അന്നത്തെ മദീനയുടെ ഗവർണറായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് സുപരിചിത അന്നത്തെ മദീനക്കാർക്ക് ഏറെ പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ ഇമാം മാലിക്കിൻ്റെ ജനാസക്ക് നേതൃത്വം കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തെ ബഖീയിൽ മറമാടി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറുകൾ അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായ രൂപത്തിൽ അദ്ദേഹം ഗ്രന്ഥം രചിച്ചുകൊണ്ടാണ് ആ പേര് കൊടുത്തത് എന്നാണ്. മർഫു ആയ ഹദീസുകൾ, മൗഖൂഫായ ഹദീസുകൾ, ചില താബികളുടെയൊക്കെ അസറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം മാലിക്കിൻ്റെ മുവത്തയിൽ നമുക്ക് കാണാൻ കഴിയും.
അഖ്ബറനി, ബലഗനി, ബലഗന, അതുപോലെ തന്നെ ഹദ്ദസന എന്നൊക്കെ തുടങ്ങുന്ന പ്രയോഗങ്ങൾ ഇമാം മാലിക്കിൻ്റെ മുവത്തയെ സവിശേഷമാക്കുന്ന ചില സംസാരങ്ങളാണ്. അൽ മുവത്ത അല്ലേ, ഇമാം മാലിക് ജനങ്ങൾക്ക് വേണ്ടി ഗ്രന്ഥത്തെ എളുപ്പമായി രചിച്ചുകൊണ്ടാണ് അൽ മുവത്ത എന്ന് പേര് തന്നെ കൊടുത്തത്. ചില ഒന്നിന് പിറകെ ഒന്നൊന്നായി ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചതുകൊണ്ട്. ഇമാം മാലിക് ഒരിക്കൽ പറഞ്ഞത്, മദീനയിൽ ഒരുപാട് പണ്ഡിതന്മാർക്ക് ഞാൻ എൻ്റെ ഗ്രന്ഥത്തെ കാണിച്ചു കൊടുത്തു. ഈ രചനയ്ക്ക് ശേഷം മുഹദ്ദിസുകളുടെ മുന്നിൽ ഇത് കാണിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ആ പണ്ഡിതന്മാർ മുഴുവൻ എന്നെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നാണ്. ഇമാം മാലിക് ഈ ഗ്രന്ഥം മുവത്ത രചിക്കുമ്പോൾ മദീനയിൽ വേറെയും പണ്ഡിതന്മാർ മുവത്ത എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പലതും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ഈ ഗ്രന്ഥത്തിൻ്റെ കട്ടിയും ഈ ഗ്രന്ഥത്തിൻ്റെ ഘനവും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയ കാര്യങ്ങളും വിശാലമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി രചിച്ചൊരു കാര്യം അതൊന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞതുപോലെ കുല്ലു മാക്കാൻ ലില്ലാഹി യബ്ഖ, ഈ ഒരു വരി തന്നെ ഇമാം മാലിക്കിൻ്റെ മുവത്തയോടൊപ്പം ഒരു പക്ഷേ നമ്മൾ പലയിടങ്ങളിലും കേട്ടു പോകുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി എന്ത് രചിച്ചോ അത് നിലനിൽക്കുമെന്ന് പറഞ്ഞ സംഭവം അബൂ ജാഫർ മൻസൂറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് രചിച്ചുവെങ്കിലും അന്ന് അതിന് വലിയ പ്രശസ്തിയും പ്രസിദ്ധിയുമായിരുന്നു. അന്ന് അങ്ങനത്തെ ഒരു ഗ്രന്ഥമില്ല. ഒരിക്കലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാമിന് ശേഷം ഏറ്റവും അസഹായ ഗ്രന്ഥം ഇമാം മാലിക്കിൻ്റെ മുവത്തയാണെന്നാണ്. ആകാശഭൂമികളിൽ വെച്ച് അള്ളാഹുവിൻ്റെ കലാമ് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ നല്ല ഗ്രന്ഥം ഇമാം മാലിക്കിൻ്റെ മുവത്തയാണെന്നാണ്. അപ്പോൾ ചോദിക്കും, ഇമാം ബുഖാരിൻ്റെ സ്വഹീഹോ? അന്ന് ഇമാം ബുഖാരി സ്വഹീഹ് രചിച്ചിട്ട് തന്നെയല്ല. സ്വഹീഹുൽ ബുഖാരി അന്നില്ല, സ്വഹീഹ് മുസ്ലിം അന്നില്ല. അവരൊക്കെ രചിക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ ക്രോഡീകരണ ചരിത്രം, ഹദീസ് ക്രോഡീകരണ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഹദീസുകളെ ഒരു ഗ്രന്ഥങ്ങളിലേക്ക് ആക്കുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൽ ആദ്യം നമ്മൾ വായിച്ചു പോകുന്ന പേര് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. മുവത്ത എന്ന് പറയുന്ന കൃതിയാണ്. അതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കേൾക്കാം. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ എത്ര ഹദീസുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്? പണ്ഡിതന്മാർ പറഞ്ഞത് 1942 ഹദീസുകൾ എന്നാണ്. മർഫു ആയതും മൗക്കൂഫ് ആയതും. നമ്മൾ മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരിലേക്ക് ചേർക്കപ്പെട്ടത്, നബിയിലേക്ക് എത്തിയ ഹദീസുകൾ, അതിനാണ് മർഫു എന്ന് നമ്മൾ പറയാം. 1942. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സുനനുകളെയും സ്വഹീഹുകളെയും അപേക്ഷിച്ച് കുറച്ചുള്ളൂ എന്നാണ്. പക്ഷേ ഇതിൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തിയപ്പോൾ 3069 ഹദീസുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1000-ഉം 3000-ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ എങ്ങനെ ഇത് ഇത്ര കൂടാനുള്ള കാരണം? ഇമാം മാലിക് പറഞ്ഞ വാക്ക് പോലും നമ്പർ 8 രേഖപ്പെടുത്തിയതുകൊണ്ടാണ് എന്ത് ചെയ്തത് 3000 ചില്ലാനം ഹദീസുകൾ എന്ന് പറയുന്നത്. ശരിക്കും അതൊന്നും ഹദീസ് എന്ന് പറയുമ്പോൾ അല്ലേ, ശരിക്കും ഒരു ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തിൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസ്, അതുപോലെ തന്നെ അസർ, മൗക്കൂഫായ റിവായത്തുകൾ, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതെല്ലാം 1000 ചില്ലാനം എന്ന് പറഞ്ഞു വെക്കുമ്പോഴായിരിക്കും ഇതിലേറ്റവും കൂടുതൽ നബിയുടെ വർത്തമാനം എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതൊക്കെ ഇഖ്തിസാർ ഉലൂമുൽ ഹദീസ്, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ഈ ഉലൂമുൽ ഹദീസിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിൽ നിന്നൊരു ചുരുക്കം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഇമാം മാലിക്കിൻ്റെ മുവത്തയിൽ നിന്ന് നമുക്കൊരു ഹദീസിനെ കാതോർക്കാം, എന്നിട്ട് ഈ രാവിനെ ധന്യമാക്കാം. കിതാബു ഖസ്രി സലാത്തി ഫിസ് സഫർ, അദ്ദേഹത്തിൻ്റെ മുവത്തയിലെ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ അതിന് അധ്യായങ്ങളുണ്ട്, ഉപാധ്യായങ്ങളുണ്ട്. അതിൽ ഒരു അധ്യായത്തിൻ്റെ പേര് ഖസ്റു സലാത്ത് ഫിസ് സഫർ, യാത്രയിൽ നമസ്കാരം ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ് നമ്മൾ ഇന്നെടുത്ത് വായിക്കുന്നത്. എന്തുകൊണ്ട് ആ ഹദീസിനെ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയതുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ച് കേട്ടു. നമ്മൾ പറഞ്ഞു അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ, അറിവിൽ നല്ല അവഗാഹമുള്ള, നല്ല ആഴമേറിയ അറിവുള്ള ചെറുപ്പക്കാരായ സ്വഹാബികളുടെ മക്കളായ 4 പണ്ഡിതന്മാരെ അൽ അബാദിലത്തുൽ അർബഅ എന്ന പേരിൽ മുഹദ്ദിസുകളും മുഅർരിഖുകളും പറഞ്ഞു പോരാറുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറാൻ, രണ്ടാമത്തെ ആൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസുമാൻ. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഹദീസ് ഇമാം മുവത്തയിൽ നിന്ന് തന്നെ എടുത്തു വായിച്ചപ്പോൾ അതിൻ്റെ ഒരു രസം, കൗതുകം എന്ന് തോന്നിയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം മാലിക് മരണപ്പെട്ടപ്പോൾ ജനാസക്ക് നേതൃത്വം കൊടുത്തത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ മദീനയിലെ ഗവർണറായ അബ്ദുള്ളയായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിനെ തന്നെ തിരഞ്ഞെടുത്തു. മാത്രമല്ല ഈ ഹദീസ് നമ്മൾ കേൾക്കേണ്ട ഹദീസുമാണ്. പ്രത്യേകിച്ച് പലരും യാത്രക്കൊക്കെ ഒരുങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നൊരു സംഭവമായതുകൊണ്ടാണ്. ഹദീസ് വായിക്കാം. അൻ അബി സുബൈർ അൽ മക്കി അൻ സഈദ് ഇബ്നു ജുബൈർ. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയ്യിദു താബിഈൻ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം.
അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, കണ്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ഖാൽ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽളുഹറ വൽ അസറ ജംഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറും അസറും ജംആയി നമസ്കരിച്ചു, ചേർത്ത് നമസ്കരിച്ചു. വൽ മഗ്രിബ വൽ ഇശാഅ ജമീഅൻ, അതുപോലെ തന്നെ ഇശാഉം മഗ്രിബും ഇശാഇനെയും റസൂലുള്ളാഹി ജംആക്കി നമസ്കരിച്ചു. ഫി ഗൈരി ഖൗഫിൻ വലാ സഫരിൻ, ഒരു ഭയമില്ലാത്തൊരവസ്ഥയിൽ, യാത്രയിലല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ യാത്രയിലല്ലാത്ത അവസ്ഥയിൽ നമസ്കാരത്തെ ജംഅ ചെയ്യാം. എന്നാൽ നമസ്കാരത്തെ ചുരുക്കണമെങ്കിൽ യാത്ര അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നൊരു ഹദീസാണ്. ഹദീസിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പേ ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബറുൽ ഉമ്മ അല്ലെങ്കിൽ ബഹർ അൽ ബഹർ അല്ലെങ്കിൽ അൽ ഹബർ എന്നൊക്കെ പേരിന് അർഹനായ, പേരിൽ അറിയപ്പെട്ട പ്രവാചക അനുചരന്മാരിൽ പ്രായം കുറഞ്ഞ സ്വഹാബികളിൽ ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബുൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകൻ്റെ പേര് അബ്ബാസ് എന്നാണ്. അതുകൊണ്ട് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബുൽ ഖലീഫ എന്നും ഒരു വിളിപ്പേരുണ്ട്, ഖലീഫമാരുടെ ബാപ്പ എന്ന്. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്ബാസിയൻ ഭരണകൂടം നമുക്കറിയാം, ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം ഉമവികളാണ് ഭരിച്ചത്. ഉമയ്യത്ത് അല്ലേ, ഉമയ്യൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചു പോന്ന ഉമവിയ ഭരണകൂടം. ഈ ഉമവിയ ഭരണകൂടത്തിൻ്റെ കാലശേഷം 132 ഹിജറയോടുകൂടി 132 ഹിജറയോടുകൂടി ഉമവിയ ഭരണകൂടം അവസാനിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് അബ്ബാസി ഭരണകൂടത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. 656 വരെ നിലനിന്നു പോന്ന ഒരു വലിയ ദീർഘനാളത്തെ അബ്ബാസിയൻ ഭരണകൂടം. ഈ അബ്ബാസിയൻ ഭരണകാലഘട്ടത്തിലെ ഖുലഫാകളിൽ അധികരുടെയും പരമ്പര ചെന്നെത്തുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതുകൊണ്ടാണ് അൽ ബഹർ അൽ ഹബർ എന്ന് വിളിപ്പേരിനെ സംബന്ധിച്ച് നമ്മൾ മുകളിൽ സൂചിപ്പിച്ചു. അൽ ഹബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതൻ എന്ന അർത്ഥമാണ്. അൽ ബഹർ എന്ന് പറഞ്ഞാൽ സാഗരം എന്നാണ് അർത്ഥം. ഹബറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഹബറുൽ ഉമ്മ, മഹാപണ്ഡിതൻ എന്ന കീർത്തി, സാഗരം കണക്കെ അറിവ് വിശാലമായ ഒരു വ്യക്തി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ, അതെപ്പോഴാ ചെറിയ കുട്ടിയായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹുവെ ദീനിൽ ഈ കുട്ടിക്ക് നീ അവഗാഹം കൊടുക്കണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ ഉപരോധിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഷുഐബ് അബി താലിബിൽ അല്ലേ, ഒരു ഈ ആട്ടിൻപറ്റങ്ങളൊക്കെ കാഷ്ടിക്കുന്നത് പോലെ പച്ചിലകളും തിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്ന ചില നാളുകൾ. ആ ഷുഐബ് അബി താലിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുന്ന കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നബിൻ്റെ അരികിലേക്ക് ആ കുഞ്ഞു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീര് ആ കുഞ്ഞിൻ്റെ വായിലാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് വായിലാക്കുന്ന ചെറുങ്ങനെ നബി ഒന്ന് എന്ത് ചെയ്യാണ്, ഒരു ബർക്കത്തിന് വേണ്ടി ചെയ്ത ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിനെ സംബന്ധിച്ചാണ്. ഏകദേശം നബി ഹിജറ പോണതിൻ്റെ 3 കൊല്ലം മുന്നേ, പ്രായ മനസ്സിലാവാനാണ്, നബി ഹിജറ പോകുന്നതിൻ്റെ 3 കൊല്ലം മുന്നേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചു എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് 5 വർഷം മുന്നെയാണ് ഷുഐബ് അബി താലിബിൽ അള്ളാഹിൻ്റെ റസൂല് എന്ത് ചെയ്തത്, ഉപരോധിക്കപ്പെട്ടത് എന്നാണ്. അത് വല്ലാത്തൊരു കാലമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഓർക്കാനുള്ള ഒരു ഇൻസിഡൻറ്റിനെ സംബന്ധിച്ചാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും കാണാം ചരിത്രത്തിൽ. 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയുടെ കൂടെ ഇരിക്കുന്നതായി, രൂപത്തിൽ നല്ല നബിയുടെ കൂടെ ഇരിക്കുന്നതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു എന്നാണ്. ആദ്യം കണ്ടപ്പോൾ ജിബ്രീലാണെന്ന് അറിയില്ല. കാരണം ഒരു ദിവസം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ നബിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നബിൻ്റെ അരികിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് തിരിച്ചു പോന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയാണ്, നബിൻ്റെ കൂടെ ഒരാളും കൂടി ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു എന്നാണ്. അങ്ങനെ നബിനോട് ആ കാര്യം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയെ ചേർത്ത് പിടിക്കുകയും അബ്ദുള്ളക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. ആ ഇരുന്ന വ്യക്തി
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി പറഞ്ഞെടുത്തുന്നാൻ. പിന്നെ വേറെയും അല്ലാതൊരു ഘട്ടത്തിലും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നബിയോടൊപ്പം ദർശിച്ചിട്ടുണ്ട് എന്നാൻ. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു, അന്നഹു റഅ ജിബ്രീല മറത്തൈൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ പ്രാർത്ഥനകൾ അല്ലേ, നബിയിൽ നിന്ന് ഓരോ ഹദീസുകളെയും വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി മനഃപ്പാഠമാക്കി വരികയും ആളിലേക്ക് എത്തിക്കുകയും ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ലോകത്തെ പഠിപ്പിക്കാൻ, അല്ലാഹുമ്മ ബാരിക് ഫീഹി വൻഷുർ മിൻഹു. നബി പ്രാർത്ഥിക്കാൻ, അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണേ, ഈ കുട്ടിയിൽ അനുഗ്രഹിക്കണേ, മാത്രവുമല്ല അറിവ് ഈ കുട്ടിയിൽ നിന്ന് വ്യാപിക്കണേ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ പ്രാവീണ്യം മതി. അദ്ദേഹം ഒരു തർജുമാനുൽ ഖുർആനിനെ വിശദീകരിക്കുന്ന ഒരു മഹാ പ്രതിഭാസമായി ലോകത്ത് നിലനിൽക്കാനുള്ള അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യത്തെ മനസ്സിലാക്കാൻ, വലിയ വലിയ ബദറിലെയും അതുപോലെ തന്നെ വലിയ സദസ്സുകൾ, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്വഹാബിമാരുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെയും കൊണ്ടുവരുന്നത്. ആ കൂട്ടത്തിലിരിക്കുന്ന ആളുകളോട് സൂറത്തുൽ നസറിൻ്റെ അവതീർണതയെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു. ആ സൂറത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന പ്രത്യേകത എന്താണ്? ഓരോരുത്തർ പറഞ്ഞു, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്തുകളാണ്, ഇസ്ലാമിൻ്റെ വിജയത്തെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിനക്കെന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നമുക്ക് സുപരിചിതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വേർപാടിനെ സൂചിപ്പിക്കുന്നു, റിസാലത്തിൻ്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യമാണ് എന്നാണ്. ആ കുട്ടിയുടെ ഫിഖ്ഹിനെ, ഗ്രാഹ്യ ശക്തിയെ സംബന്ധിച്ച് ഈ ഒരു സൂറത്തിൻ്റെ വിശദീകരണം സൂചിപ്പിക്കുന്നു. ഇതൊരു സൂറത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചില ആയത്തുകളുടെയൊക്കെ വിശദീകരണങ്ങളിൽ ഖാല ഇബ്നു അബ്ബാസ് എന്ന് പറയുമ്പോൾ വിശ്വാസി ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ വരികളിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി നബിയിൽ നിന്ന് നബിയുടെ പ്രാർത്ഥനയ്ക്ക് അർഹനായ ആ സുമനസ്സിൻ്റെ വിശദീകരണത്തെ കാതോർക്കാൻ ലോകം മുഴുവൻ എന്നും വെമ്പൽ കൊള്ളുകയായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ അതുല്യമായ ചില സംഭവ വികാസങ്ങളാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ വായിച്ചു എന്ന് മാത്രം. ഏതായാലും അദ്ദേഹം മരണപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ത്വായിഫിൽ, ഏകദേശം ത്വായിഫിൽ 68-ാമത്തെ ഹിജറ 68-ാമത്തെ ഒക്കെ വർഷത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. മരിക്കണ സമയത്ത് അദ്ദേഹത്തിന് 70-ഓളം വയസ്സുണ്ടായിരുന്നു എന്നാണ്. ഇബ്നു സബഈന സന, 70ഓളം വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞാൽ 68-ൽ മരിച്ചു ഹിജറ, ചില ആൾക്കാർ പറഞ്ഞാൽ 69-ൽ മരിച്ചിട്ടുണ്ടെന്നാണ്. ഏതായാലും മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 70ഓളം വയസ്സുണ്ട് എന്ന് പറയുന്നു. ചില ആൾക്കാർ പറഞ്ഞാൽ അദ്ദേഹത്തിന് 71 വയസ്സുണ്ടെന്നാണ്. ഏതായാലും മുഹമ്മദ് ബിൻ ഹനഫിയയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചത്. മുഹമ്മദ് ബിൻ ഹനഫിയ അബ്ബാസി ഭരണകൂടത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത നാമമാണ് അത് എന്നുള്ളത് നമുക്കറിയാം. അത് ഇബ്നു അബ്ബാസ്. തൽക്കാലം ഇബ്നു അബ്ബാസിൻ്റെ ചരിത്രം നമ്മൾ ചുരുക്കുന്നു. ഇനി അദ്ദേഹം വിശദീകരിച്ച ഹദീസിനെ സംബന്ധിച്ച് പറയാം. ജംഅനെയും ഖസറിനെയും സംബന്ധിച്ചുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ അസറും ജംആക്കി, മഗ്രിബിനെയും ഇശാഇനെയും റസൂലുള്ളാഹി ജംആക്കി. ആ സമയത്തിൽ എന്തെങ്കിലും ഒരു ഭയമോ ഒരു യാത്രയോ ഉണ്ടായിരുന്നില്ല എന്നാണ്. ജംഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിവാര്യ ഘട്ടങ്ങളിൽ നമുക്ക് നമസ്കാരങ്ങളെ ചേർത്ത് നമസ്കരിക്കാം. ളുഹറും അസറും ളുഹറിൻ്റെ സമയത്ത് ചേർത്ത് നമസ്കരിക്കാം. അതുപോലെ തന്നെ ളുഹറും അസറിൻ്റെ സമയത്തും ചേർത്ത് നമസ്കരിക്കാം. ആ ചേർത്ത് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അനിവാര്യമായ ചില ആസന്നമായ ചില ഘട്ടങ്ങൾ. ഈ അനിവാര്യമായ ഘട്ടങ്ങൾ എന്നുള്ളത് പലപ്പോഴും യാത്രകൾ, രോഗം, അതുപോലെ തന്നെ മറ്റുള്ള ചില നിമിഷങ്ങൾ, നിർബന്ധമായ ചില നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിലാണ് ഇതിനെ കുറക്കാതെ ചുരുക്കാതെ നാലുമായിട്ട് നിർവഹിച്ചു പോരുന്ന രീതി. നമ്മളൊക്കെ അത് ചെയ്യാറുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അനുവദിച്ച ഇളവാണ്. എന്നാൽ ഖസ്ർ പലപ്പോഴും ചില ആളുകൾ തെറ്റിദ്ധാരുണ്ട്, ജമ്മും ഖസ്റും ഒന്നാണെന്ന്. അല്ല, ജംഅ വേറെയാണ്, ഖസ്ർ വേറെയാണ്. അൽ ജംഉ ലിൽ ഹാജ വൽ ഖസ്റു ലിസ് സഫർ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സംശയം നമുക്ക് നീങ്ങും.
ഒരു ആവശ്യത്തിന് നിർവഹിക്കുന്നതാണ് ജംഅ അത്യാവശ്യ ഘട്ടങ്ങളിൽ. എന്നാൽ ഖസ്റോ അത് യാത്രക്ക് മാത്രമേ അത് സാധ്യമാവുകയുമുള്ളൂ. അൽ ഖസ്റു ലിസ്സഫർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഖസ്ർ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ളുഹറും അസ്റും ഒരു യാത്രയിലാണ് എങ്കിൽ അത് രണ്ടിനെയും ചേർത്ത് ഈ രണ്ടായിട്ട് നമസ്കരിക്കാം. എന്നാൽ യാത്രയില്ല, ആവശ്യം മാത്രമുള്ളൂ, നാലുമായി അതിന് ജംഅ ചെയ്യാം. അത് ളുഹറിൻ്റെ സമയത്തും ജംഅ ചെയ്യുക, അസറിൻ്റെ സമയത്തും ജംഅ ചെയ്യുക. ഇനി ഒരാൾ അസറിനെ ളുഹറിൻ്റെ സമയത്ത് ജംഅ ചെയ്യുകയാണെങ്കിൽ, അല്ലേ, ളുഹറിൻ്റെ സമയത്ത് അയാൾക്ക് അസർ ഇനി നമസ്കരിക്കാൻ വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനിവാര്യമായ ചില ഘട്ടങ്ങളും വരുമ്പോൾ അദ്ദേഹം അത് നിർവഹിക്കും. എന്നാൽ ഈ ളുഹർ നമസ്കാരത്തെ അസറിൻ്റെ സമയത്തും ജംഅ എന്ന് പറയുമ്പോൾ ഒരാൾ ഈ ളുഹറിൻ്റെ സമയം തീർന്നതിന് മുന്നേ മനസ്സിലുണ്ടാവണം, ഞാനതിനെ ജംഅായിട്ട് അസറിനോടൊപ്പം ഞാനത് നിർവഹിക്കുമെന്നുള്ള ഒരു നിയ്യത്തുണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക? അസറിൻ്റെ സമയത്ത് ജമു തഖീർ, അതിന് പറയാം നമ്മൾ ജമു തഖീർ. മറ്റേത് ജമു തഖ്ദീമാണ്. അസറിനെ തഖ്ദീം ചെയ്യുക, ളുഹറിൻ്റെ സമയത്തേക്ക് തഖ്ദീം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു പോന്നിരുന്ന, നബി പഠിപ്പിച്ച് തന്ന ഇളവാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഖസ്ർ എന്ന് പറയുമ്പോൾ അത് ചുരുക്കി നമസ്കരിക്കുക, ഈ രണ്ടായിട്ട് നമസ്കരിക്കുക. അതും തഖീറുമാക്കാം, തഖ്ദീഖും. യാത്രയിലാകുമ്പോൾ ജംആയിട്ട് അതിനെ നിർവഹിച്ച് പോരാവുന്ന ഒരു നമസ്കാരമാണ് ഈ രണ്ടായിട്ട് നമസ്കരിക്കുക. എന്നാൽ അത് എല്ലാ നമസ്കാരത്തിനും ബാധകമാണോ? അല്ല. സുബഹി നമസ്കാരത്തിനും ഇത് ബാധകമല്ല, മഗ്‌രിബ് നമസ്കാരത്തിനും ഇത് ബാധകമല്ല. ഇപ്പോൾ ജംഅ ആക്കുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾ കണ്ടു, ളുഹറിനെയും അസറിനെയും ജംആക്കി, മഗ്‌രിബിനെയും ഇശാഇനെയും ജംആക്കി. മഗ്‌രിബ് 3 ഇശാവും 4 റസൂലുള്ളാഹി നിസ്കരിച്ചു. പക്ഷെ അവിടെ മുറിച്ചിട്ടില്ല. കാരണം അത് സഫറുമല്ല, അത് ഖൗഫുമല്ല, ഭയമുള്ള ഒരു ഘട്ടമല്ല. ഈ ഭയവും യാത്രയും മാത്രമാണോ ഇവിടെ അനിവാര്യ ഘട്ടം എന്നുകൊണ്ടല്ല. മുഹദ്ദിസുകൾ മുഴുവൻ ഈ ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ നബിയുടെ മറ്റ് ഹദീസുകളെയും ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അല്ലേ, എന്തെല്ലാം അനിവാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു ഡോക്ടർ പോവുകയാണെങ്കിൽ, നഴ്സുമാർ പോവുകയാണെങ്കിൽ, പോട്ടെ ഒരു പരീക്ഷാർത്ഥി പരീക്ഷ എഴുതാൻ ഹാളിലേക്ക് കയറും, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ്. ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ, വേറെ വാഹനങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന എയർപോർട്ടിൽ മറ്റുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നമസ്കാരം നഷ്ടപ്പെടും, ആ സമയത്ത് നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അയാൾക്ക് ആ അനിവാര്യ ഘട്ടങ്ങളിൽ ജംഅ എന്ന ഇളവിനെ ഉപയോഗപ്പെടുത്താമെന്നാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഈ നബി നിസ്കരിച്ച നിസ്കാരത്തിനെ പറ്റി പറഞ്ഞത്, മഴയോ മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുമെന്ന് തോന്നിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നിർവഹിച്ചത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇമാം ഇബ്നു സീരീനെ പോലൊക്കെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ എപ്പോഴൊക്കെ ജംഅ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമാണ് യാത്ര, രോഗം, മഴ തുടങ്ങിയ ഘട്ടങ്ങൾ. ഈ സമയത്തൊക്കെ ഒരാൾക്ക് എന്ത് ചെയ്യുക? ജംഅ ചെയ്യാം. യാത്രയിലാണെങ്കിൽ ഖസ്റും ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പോന്നു. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇതുപോലത്തെ സൗകര്യങ്ങളും ഇളവുകളും ലഭിക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഉപയോഗപ്പെടുത്തുക, ഈ കാര്യം നിർവഹിക്കാനാണ്. ചില ആൾക്കാരുണ്ട്, ഈ നമസ്കാരം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചൊരു വേവലാതിയുമില്ല, നമസ്കാരം നഷ്ടമാകുന്നതിനെ സംബന്ധിച്ചൊരു ബേജാറില്ലാത്ത ആൾക്കാർ. എന്നാൽ ചില ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് ഇളവുകളെ ഉപയോഗിക്കാതെ അതിനെങ്ങനെയെങ്കിലൊക്കെ നിർവഹിക്കുന്നു. അതും വേണ്ട. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള മധ്യമ നിലപാടുകളെ സ്വീകരിച്ചു പോരണമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഈ ജംഉം ഖസ്റിനെയും ഒക്കെ ജംഅ എന്ന നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ചില സ്ത്രീകൾക്ക്, മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് പോലും ജംഅ ചെയ്യാൻ അനുവാദമുണ്ട് എന്നാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികളെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നജസാവുന്ന ശരീരത്തിൽ എപ്പോഴും വൃത്തിയോടുകൂടി നടക്കുന്നുള്ള ബുദ്ധിമുട്ടാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ളുഹർ അസ്റൊക്കെ ജംഅ ചെയ്ത് നമസ്കരിക്കാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കശാഫുൽ ഖിനാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രമുഖരായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണല്ലോ അതൊക്കെ, അതിലൊക്കെ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം എന്നുള്ള ആൾക്ക് സൂചിപ്പിച്ചു എന്നാണ്. അത് ഇനിയിപ്പോൾ ഈ മുലയൂട്ടുന്ന സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസസിൻ്റെ ആർത്തവ സമയത്തല്ലാതെയും അവർക്ക് രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. ഇസ്തിഹാദത്തുള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും കുളിച്ച് നടക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അവർക്ക് വേണമെങ്കിൽ ജംഅ ചെയ്യാന്നാണ് ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. മൂത്രവാർച്ചക്കുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ പണ്ഡിതന്മാർ പറഞ്ഞു പോയപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കാം. ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തതായിട്ട് ഇമാം ഇബ്നു മാജ, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം അഹ്മദ് ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം.
അതുകൊണ്ട് തന്നെ മൂത്രവാർച്ചക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശുദ്ധി വരുത്തി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്, 5 നേരം വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസങ്ങളിൽ ആശ്വാസമേകുക എന്നുള്ളത് റബ്ബിൻ്റെ റഹ്മത്താണ്, റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഇത് അള്ളാഹുവിൻ്റെ ശരീഅത്താണ്, അള്ളാഹു തന്ന ഇളവുകളാണ്. നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരുത്താതിരിക്കാൻ, അതിൽ ശ്രദ്ധയും ഗൗരവവും ഒരു വിശ്വാസി ലോകം ഉൾക്കൊള്ളാൻ അതിന് എളുപ്പത്തിൽ ലാ യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ർ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അള്ളാഹു ഒരിക്കലും നിങ്ങളിൽ നിന്ന് പ്രയാസത്തെ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പടച്ച റബ്ബ് ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു എളുപ്പത്തെ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ആഗ്രഹിക്കുന്നവനാണ് പടച്ച റബ്ബ് എന്ന് പറയുമ്പോൾ ദീനും ദീനിൻ്റെ കാര്യങ്ങളൊന്നും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളല്ല, ഭാരിച്ച കാര്യങ്ങളല്ല. അതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാഹചര്യ സന്ദർഭങ്ങൾക്കനുസരിച്ച് അള്ളാഹു ലഘൂകരിച്ച് നൽകിയിട്ടുണ്ട്. അത് ഇളവുകളാണ്, ആ ഇളവുകൾ ഉപയോഗപ്പെടുത്താം എന്നുള്ള നിലക്കാൻ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി വിനിയോഗിച്ച സമയങ്ങൾക്ക് പകരം അള്ളാഹു ഏറ്റവും നല്ല സമയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാവും ഇവിടെ ധന്യമായിരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൽ നിന്ന് നമുക്ക് കാതോർക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.